കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വീണ്ടും ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ നിലവിൽ വന്നു. സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൗണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് എല്ലാവരും സെൽഫ് ലോക്ക്ഡൌണിന് വിധേയരാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ നിർദ്ദേശങ്ങളുമായി സർക്കാർ എല്ലാവരും പകൽ സമയത്ത് സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ പകൽ സമയങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കണം എന്നാണ് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഗർഭിണികളും പ്രത്യേകം സൂക്ഷിക്കണം എന്നും ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജൻ വ്യക്തമാക്കി. എല്ലായിടത്തും സാധാരണത്തേക്കാൾ കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീപിടുത്തം, പാമ്പ് ശല്യം ഇവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പാമ്പുകടി ഏൽക്കുകയാണ് എങ്കിൽ 108 ആംബുലൻസിൽ പൂർണ്ണ സജ്ജീകരണങ്ങൾ അതിലുണ്ട് എന്നും 108 ആംബുലൻസിലേക്ക് ബന്ധപ്പെടണമെന്നും ആൻറ്റീവനമുള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളെ എത്തിക്കാൻ ആംബുലൻസുകാർ സജ്ജമാണ് എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. അതേസമയം കടുത്ത വേനലിലുള്ള പവർ കട്ടിൽ കേരളം വെന്തുരുകുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പവർ കട്ടുകളാണ് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വൈദ്യുതി നിയന്ത്രണം എന്നുള്ളത് ജനങ്ങളെ വലക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പകലും രാത്രിയും ഒരേപോലെ മണിക്കൂറുകളോളം വൈദ്യുതി പോയിട്ടുണ്ട്. 15 മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഇടവേള നിരവധി തവണകളാണ് വൈദ്യുതി നിയന്ത്രണം. 10 വർഷമായി പവർ കട്ടില്ല എന്ന മേനി നടിച്ചുകൊണ്ടായിരുന്നു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ ഒരു സർക്കാർ തന്നെയാണ് ഇലക്ഷന് ശേഷം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. സർവകാല റെക്കോർഡിലാണ് വൈദ്യുതി ഉപയോഗം എന്ന ന്യായം ഒക്കെ ശരി തന്നെയാണ്. വൈദ്യുതി പ്രതിസന്ധിയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു മുൻകാലങ്ങളിൽ ലോഡ് ഷെഡിങ്ങും കറണ്ട് കട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ വേനലിലും ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. കൃത്യമായ ഒരു സമയം പറഞ്ഞ് ആ ഒരു സമയത്ത് കട്ടാക്കുകയാണ് ഇതിലേറെ നല്ലത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇത് എപ്പോൾ കറണ്ട് പോകുമെന്ന് കൃത്യമായി മുൻകൂട്ടി പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. KSEBയിലെ ഫോണുകളെല്ലാം ഊരിമാറ്റി വെച്ച സ്ഥിതിയിലാണുള്ളത്. നിരവധി കിടപ്പ് രോഗികളും ഈ ചൂടിൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. വരുന്ന 1 മാസത്തിലധികം ഈ ഒരു സ്ഥിതി തുടരും എന്നുള്ളതാണ് വിവരം. അതേസമയം അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തില്ല എന്നും ഓവർലോഡ് ആകുമ്പോൾ സ്വാഭാവിക നിയന്ത്രണം മാത്രമാണുള്ളത് എന്നും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാറിലേക്ക് യാത്ര പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ്. കനത്ത ചൂടും അൾട്രാവയലറ്റ് ഇൻഡെക്സ് റേറ്റ് 8-ലെത്തിയിരിക്കുന്നതും വളരെ ഗൗരവമാണ് എന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണം എന്നും കലക്ടർ അഭ്യർത്ഥിച്ചു. അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.